ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ തോട്ടത്തിലെ ചെടികളൊക്കെ ഒന്ന് കാണാം. എന്നും രാവിലെ കുറച്ച് സമയം തോട്ടത്തിലാണ് പണി. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുമിച്ചാവാം. ചെറിയൊരു ഗാർഡനാണ്, വലിയ സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ. കൂടുതലും റോസാ ചെടികളാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ കുറേയൊക്കെ കേടായി പോയിട്ടുണ്ട്. പക്ഷെ പല കളറുകളിലായിട്ട് ഒരുപാട് റോസാ ചെടികൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കാലം ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ചെടികളെ പരിപാലിക്കാൻ എനിക്ക് സമയം കുറവായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ കുറച്ച് റോസാ ചെടികളൊക്കെ കേടായിപ്പോയി. വേരോടെ നശിച്ചു പോകാമെന്ന് പറയില്ലേ, അതുപോലെയാണ് ഉണ്ടായത്. പിന്നെ റോസാ ചെടികൾ കൂടാതെ എൻ്റെ കയ്യിൽ പൂക്കളുണ്ടാവുന്ന മറ്റു പല ചെടികളും ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ വിൻകാ റോസില്ലേ, അതിൻ്റെ പല കളറുകളുണ്ട്. പിന്നെ 10 മണിച്ചെടികളുണ്ട്. പെൻഡാസ് എന്ന് പറയുന്ന ഒരു ചെടിയില്ലേ, അതിനെ സ്റ്റാർ ഫ്ലവർ എന്നും പറയും. അതിൻ്റെ ഒരു 3-4 വെറൈറ്റികളുണ്ട്, 3-4 കളറുകളുണ്ട്. പിന്നെ ബ്ലാങ്കറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് അതിൻ്റെ ഒരു 2-3 കളറുകൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കാശിത്തുമ്പ ചെടികളുണ്ട്. ഒരുപാട് കാശിത്തുമ്പ ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് അധികം നടുന്നില്ല. ഇത് റോസാ ചെടിയാണ് കേട്ടോ. ഇത് നന്നായി പൂക്കളുണ്ടാകുന്ന തരം ഒരു റോസാണ്. ഇതിലൊക്കെ ഇപ്പോൾ നിറയെ പൂക്കളുണ്ടായി, അതൊക്കെ കേടായി തുടങ്ങി. ഇതും അതേപോലെ തന്നെയുള്ളൊരു റോസാ ചെടി തന്നെയാണ് കേട്ടോ, വെള്ള പൂക്കളുണ്ടാകുന്ന റോസ്. ഈ റോസാ ചെടിയിലൊക്കെ ഇപ്പോൾ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ റോഡ് സൈഡിൽ ചെടികൾ വിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവാറുള്ളത്. പിന്നെ ഈ ഒരു പൂ കണ്ടോ, ഇതിലിപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. ഇതൊരു ഡബിൾ കളർ റോസായിരുന്നു. ഇത് നടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പൂക്കൾ ശരിക്കും നല്ല ഡബിൾ കളറിൽ തന്നെയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഇത് വിരിഞ്ഞിട്ടൊരു 3-4 ദിവസമായി കേട്ടോ. അപ്പോൾ ഇത് പിടിച്ച് കിട്ടുമെന്നൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു. ഞാനന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ പിടിച്ച് കിട്ടിയാന്ന്. ഞാൻ 3 തൈകൾ വെച്ചതിൽ 2 എനിക്ക് പിടിച്ച് കിട്ടി. ഇതും പിന്നെ ഒരു വെള്ള നിറത്തിലുള്ള റോസാപ്പൂക്കൾ ഉണ്ടാകുന്ന ചെടി. ഓർക്കിഡ് റോസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പിടിച്ച് കിട്ടിയില്ല. ഓർക്കിഡ് റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അത് ഉണ്ടായില്ല. ഇതിൽ നിറയെ പൂക്കളുണ്ടായി. ഇപ്പോൾ വീണ്ടും മുട്ടുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഓറഞ്ച് കളറിലുള്ള പൂക്കളാണ് കേട്ടോ അതിൽ. പിന്നെ ഇത് കണ്ടോ, ഇതും നല്ല വലുപ്പത്തിലുള്ള ഒരു വൈറ്റ് കളർ റോസാണ്. പിന്നെ ഈ റെഡ് കളറിലുള്ള പൂക്കൾ കണ്ടോ, ഇതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലാങ്കറ്റ് ഫ്ലവർ. ഇതിൻ്റെ റെഡ്, പിങ്ക്, യെല്ലോ അങ്ങനെ 3 കളറുകളുണ്ട്. ഇപ്പോൾ അതിൽ യെല്ലോയും റെഡുമാണ് കേട്ടോ പൂക്കളായിട്ട് നിൽക്കുന്നത്. പിന്നെ 10 മണിച്ചെടികൾ ഞാൻ ഒരു ടയറിൽ നട്ടിട്ടുണ്ട്. അത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നട്ടിട്ടുള്ളത്. പല കളറുകളായിട്ട് ഇതുപോലെയാണ് നട്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ ഓർക്കിഡ് ചെടികൾ കേട്ടോ. ഞാനിതൊക്കെ എൻ്റെ വീഡിയോയിൽ കാണിക്കാറുണ്ട്. റീൽസിലൊക്കെ ഞാൻ എൻ്റെ ഓർക്കിഡുകൾ പൂവിടുന്നതൊക്കെ കാണിക്കാറുണ്ട്. ഇതാ ഇപ്പോൾ പൂവിട്ടിട്ടുള്ളത് ഇത് 2 ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള 2 ഓർക്കിഡ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ചെടികളൊക്കെ വളർത്തുന്നത് ഇതുപോലെ ചെറിയ ചട്ടികളിൽ വെച്ചിട്ട് ഈ ഒരു മരത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് വളർത്തുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ വേരുകൾ എവിടെ വരെ പോയിട്ടുള്ളതെന്ന് കണ്ടോ. ഈ വേരുകളൊക്കെ ഇവിടെ ഇങ്ങനെ മേലേക്ക് പോയിട്ടുണ്ട്, അറ്റം വരെ പോയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ വേരുകളിലൂടെ ഇതിനാവശ്യമുള്ള വളങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ സാധിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ താഴെ ഈ അറ്റം വരെ ഈ വേരുകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ ഇത് പൂവിടുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മരത്തിനോട് അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഇതിന് പുതിയ ചെടികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു ചെടി പൂവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ തൊട്ടടുത്തൊരു ഓർക്കിഡ് നഴ്സറി ഉണ്ട്, നമ്മുടെ പാപ്പ നടത്തുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കേടായ തൈകളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ പുതിയ തൈകൾ മുളച്ച് വരുന്നേ ഉള്ളൂ. കൂടുതലും എൻ്റെ കയ്യിലാകെ കുറച്ച് ഓർക്കിഡ് ചെടികളേ ഉള്ളൂ. അതിൽ കൂടുതലും ഡെൻഡ്രോബിയം തന്നെയാണ് കേട്ടോ. ഇതും ഈ കാണുന്നതൊക്കെ ഡെൻഡ്രോബിയത്തിൻ്റെ ചെടികൾ തന്നെയാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഫെലനോപ്സിസിൻ്റെ ഒരു ചെറിയ ചെടിൻ്റെ ഞാൻ ഇവിടെ അല്ല കേട്ടോ നട്ടിട്ടുള്ളത്. അതിനധികം വെയിലൊന്നും പറ്റാത്തതുകൊണ്ട് അതിനെ
വേറെ സ്ഥലത്താണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഓർക്കിഡ് കളക്ഷൻ. ഒന്ന് രണ്ട് മഴ പെയ്തപ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിറയെ പുല്ല് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. മഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ പുല്ല് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ചെടികളുടെ ഇടയിലൊക്കെ നിറയെ പുല്ലുകളാണ് കേട്ടോ. ചട്ടിയിലും നിറയെ പുല്ലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുറച്ച് സമയം ഓരോ ഭാഗം ക്ലീൻ ചെയ്യലാണ് എൻ്റെ പണി. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും നടണം എന്നാണ് വിചാരിക്കുന്നത്. ഈ സൈഡിൽ ഞാൻ കുറച്ച് വലുപ്പം വയ്ക്കുന്ന ചെടികളാണ് നട്ടിട്ടുള്ളത്. കനകാംബരം, ചേഞ്ച് റോസ്, പിന്നെ ചെമ്പരത്തി, അതൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ അവിടെ നിർത്തിയിട്ട് പുല്ല് മാത്രമാണ് കേട്ടോ ഞാൻ പറിച്ച് കളയണത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിറയെ കാശിത്തുമ്പയുടെ വിത്തുകളൊക്കെ വീണ് മുളച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ചെടികളൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, അതിവിടെ തന്നെ നടാമെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ഒരുവിധം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മാവുള്ളത് കൊണ്ട് എപ്പോഴും ഇലകളൊക്കെ വീണുകൊണ്ടിരിക്കും. എന്നാലും ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട്, കുറച്ച് ഈ ഒരു ഏരിയ മാത്രം. അപ്പോൾ ഇവിടെ നിറയെ കാശിത്തുമ്പയുടെ വിത്തുകൾ വീണിട്ട് മുളച്ച് തൈകളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, പുല്ലുകളൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാശിത്തുമ്പയുടെ തൈകൾ ഇവിടെ തന്നെ നടാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ആദ്യം നമുക്കൊരു തെങ്ങുണ്ടായിരുന്നു, അതാണ് പോയി കാണുന്നത്. ഈ തെങ്ങ് മുറിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് എൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് നട്ടു കൊടുക്കും. കേടുവന്നൊരു തെങ്ങായിരുന്നു, അപ്പോൾ അത് വെട്ടിയതിന് ശേഷമാണ് കേട്ടോ അവിടെ ചെടികളൊക്കെ വെച്ച് തുടങ്ങി. ഈ തെങ്ങ് ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഞാനിതിന് ചുറ്റും കാശിത്തുമ്പ ചെടികൾ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അത് നിന്നിരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കാശിത്തുമ്പ ചെടികൾ എന്ന് പറഞ്ഞിട്ട്. കുറേ പേരൊന്നും അത് കണ്ടിട്ടുണ്ടായിരുന്നു. പല കളറിലുള്ള കാശിത്തുമ്പ ചെടികളുണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ നശിച്ചു പോയി. പക്ഷേ അതിൻ്റെ വിത്തുകൾ അവിടെ തന്നെ വീണ് മുളയ്ക്കാറുണ്ട്. ഇപ്പോൾ അതാണ് കേട്ടോ ഈ മുളച്ചിട്ട് ചെടികളായിട്ട് നിൽക്കുന്നത്. റെഡ് കളറിലുള്ള ചെടികളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വൃത്തിയാക്കിയ സ്ഥലത്ത് കാശിത്തുമ്പയാണ് ഞാൻ നട്ടു കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കുറേ വിത്തുകൾ ഇവിടെ മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതും പുല്ലും കൂടെ ആകെ കാട് പിടിച്ചിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ കാശിത്തുമ്പ ചെടികൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ ഒന്ന് നനയ്ക്കണം. അപ്പോൾ ഇവിടെ റെഡ് കളറിലുള്ള കാശിത്തുമ്പയാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ വയലറ്റും ഉണ്ട്. ഇതിപ്പോൾ ഏത് കളറാണെന്നുള്ളത് എനിക്കറിയില്ല. പൂക്കൾ വിരിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഈ റോസാ ചെടികളുടെ കടക്കിലൊക്കെ ഇതുപോലെ തന്നെ പുല്ലുകൾ നിറയെ വളർന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും ആ സൈഡിലൊക്കെ കുറേ ചെടിച്ചട്ടികളിലൊക്കെ വീണ്ടും പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ട്. കുറേശ്ശായിട്ട് വൃത്തിയാക്കാൻ പറ്റുള്ളൂ, സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് ചെടികളിലെയും കൂടെ പുല്ലൊക്കെ പറിച്ചിട്ട് അതിനൊക്കെ ഒന്ന് വളമിട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഈ ചട്ടികളൊക്കെയാണ് കേട്ടോ ഞാൻ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കാനായി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് ഇതിലൊക്കെ തൈയൊക്കെ കേടായിപ്പോയി. നല്ലൊരു ചെടി ഉണ്ടായിരുന്നതാണ്, ആ ചെടിയൊക്കെ കേടായിപ്പോയി. ഇനിയിപ്പോൾ ഈ ചട്ടിയിലൊക്കെ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കേണ്ടി വരും. മഴ പെയ്തതോടെ ചെറിയ ചെറിയ പുല്ലുകളാണ് കേട്ടോ നിറയെ ചട്ടിയിൽ. ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. കണ്ടോ, 2 ചട്ടികൾ എനിക്ക് ചെടികളൊക്കെ കേടായി പോയത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 10 മണി വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിൽ ഉള്ളതൊക്കെ നല്ല ചെമ്പരത്തി ചെടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് വളമിട്ട് കൊടുക്കണം. ബാൾസത്തിൻ്റെ ചെടികൾ കുറേ ഉണ്ടായിരുന്നതൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ അതിലൊരു 2-3 കട മാത്രം ബാക്കിയുള്ളൂ. അതിലാണ് കേട്ടോ ഈ നിറയെ പുല്ല് വളർന്ന് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ മണ്ണൊക്കെ നന്നായി ഉറച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പുല്ല് പറിച്ചെടുക്കാനും കുറച്ച് പാടുണ്ട്. എന്തായാലും ഇതൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കിയിട്ട് ഈ എന്താ പറയുക, മണ്ണൊക്കെ നന്നായി ഒന്ന് ഇളക്കി എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കണം. മാവിൻ്റെ ഇല ഈ ചട്ടികളിലൊക്കെ നിറയെ വീണെടുക്കുന്നുണ്ട്. അത് അതിൽ തന്നെ കിടന്നിട്ട് വളമായി തീരാറുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ ഒരു വൃത്തികേടായതുകൊണ്ട് ഞാൻ മേലെയുള്ളതൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട്. പിന്നെ മണ്ണും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചെമ്പരത്തികളൊക്കെ നല്ല കളറുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വളർന്ന് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വേരിനൊക്കെ കുറച്ച് ബലം കിട്ടാനായിട്ടും നന്നായി വളരാനും വേണ്ടിയിട്ട് എല്ലുപൊടി ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3-4 ദിവസം മുമ്പ് ഈ ചെടികൾക്കൊക്കെ ഞാൻ ചാണകത്തിൻ്റെ
വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മണ്ണിളക്കാനൊന്നും എനിക്ക് അപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദിവസവും രാവിലെ കുറച്ച് ചട്ടികളെടുത്തിട്ട് അതിലുള്ള പുല്ലുകളൊക്കെ പറിച്ച് കളയുക. അങ്ങനെ ഓരോ ഭാഗം വൃത്തിയാക്കി വരാനായിട്ടാണ് ഞാൻ ചെയ്യണത്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ എന്തായാലും ഒരു ദിവസം തികയാണ്ട് വരും. അപ്പോൾ കുറേശ്ശെ ആകുമ്പോൾ ജോലിഭാരവും നമുക്ക് കുറയുമല്ലോ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്ത ചട്ടികളിലൊക്കെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കടയ്ക്കൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വെയിലുള്ള സമയമാണെങ്കിൽ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. രണ്ട് നേരവും നനച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെടികൾക്ക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കപ്പിൽ ഇത്രയും മതിയാവും. അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ ചട്ടിയിലിട്ട് കൊടുക്കുക. എന്നിട്ട് മണ്ണുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ വേണ്ടൂ. പിന്നെ അത് എല്ലാ ചെടികൾക്ക് ഇന്ന് ഞാൻ നനച്ചിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എല്ലാ ചെടികൾക്കും കൂടെ ഒരുമിച്ചൊന്ന് നനയ്ക്കാൻ. അപ്പോൾ രാവിലെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. 8:30 ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല വെയിലായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് വേണം ഇതൊക്കെ ചെയ്യാൻ. 8:30 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും വെയിലായിരിക്കും. ഇനി ആ ഒഴിഞ്ഞിരിക്കുന്ന ചട്ടികളിൽ നമുക്ക് 10 മണിച്ചെടികൾ നടാം. എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് കളറുകൾ ചേട്ടത്തിയുടെ കയ്യിലുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന വീടാണ് കേട്ടോ ചേട്ടൻ്റെ വീട്. അപ്പോൾ നമുക്കത് വാങ്ങിയിട്ട് വരാം. ചേട്ടത്തി കത്രിക തന്നോ? ഞാനേ ഓരോന്നിൽ കൂട്ടത്തിൽ നിൽക്കുമ്പോഴേ വേറെ പൊട്ടിച്ച് വെച്ചത്. വെള്ളിയുണ്ട് അവിടെ? വെള്ളിയുണ്ട്. വെള്ളക്കട്ടയില്ലേ? വെള്ളക്കട്ട ഇതില്ല. ഈ കളറില്ല. അതേതാ കളറ്? മഞ്ഞ. ചുവപ്പ് മഞ്ഞ അതിൻ്റെ ഒരു പീസാണ്. കൊടുത്തിട്ടുണ്ട്. ഇനി 2 ചട്ടികൾ ഞാൻ 10 മണിച്ചെടികൾ നടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ 10 മണി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇതിൽ നടാൻ പോവാണ് കേട്ടോ. ഇതിലും തരുമ്പോൾ തരുന്നു. നമുക്ക് ഈ പൂ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു തരം 10 മണിയുടെ ചെടിയാണ് കേട്ടോ. ഇതിൽ മഞ്ഞയും റെഡും കൂടെ കലർന്നു വരുന്നതാണ്. ചില പൂക്കളിൽ മഞ്ഞ കൂടുതലുണ്ടാവും, ചിലതിൽ റെഡ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അടുത്ത ചട്ടിയിൽ നടാൻ പോണത്. അപ്പോൾ ഇതും നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചിട്ട് വരാം. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് കൂടുതൽ സമയം ചെടികളുടെ ഇടയിൽ വൃത്തിയാക്കാനും ചെടികൾ നടാനും ഒക്കെ പറ്റി. ഇനിയും ഇതുപോലെ ചെടികളെ പരിചരിക്കുന്ന വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.